ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മറിയ എന്ന വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 1-ാം 38-ാം വാക്യം. അപ്പോൾ മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ബൈബിളിലെ സ്ത്രീകളിൽ മറിയ ദൈവത്തിന്റെ കൃപ കണ്ടെത്തി ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ടു. മറിയയുടെ ഗുണങ്ങൾ നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ ആ കൃപ നിറഞ്ഞ ഓരോ സംഭവവും നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് തെരഞ്ഞെടുത്ത കൃപയുടെ പാത്രമായിരുന്നു മറിയ. സ്ത്രീകൾക്കിടയിൽ അവൾ അനുഗ്രഹത്തിന്റെ ഒരു പാത്രമായിരുന്നു. കർത്താവിനൊരു ദാസിയായി സ്വയം സമർപ്പിച്ച എളിമയുടെ ഒരു പാത്രമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിനായി കാത്തിരുന്ന വാഞ്ചയുടെ ഒരു പാത്രമായിരുന്നു. വിശ്വാസത്താൽ ലൗകിക ജീവിതം ത്യജിച്ച് സ്വയം സമർപ്പിച്ച സമർപ്പണത്തിന്റെ ഒരു പാത്രമായിരുന്നു. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിയുടെ ഒരു പാത്രമായിരുന്നു. എല്ലാ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ധ്യാനത്തിന്റെ പാത്രവുമായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ തുടക്കത്തിൽ ഒരു സ്ത്രീയായ ഹവ്വയിലൂടെ പാപവും ശാപവും മനുഷ്യവംശത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ മറിയയിലൂടെയാണ് സാത്താന്റെ തല തകർത്ത സന്തതി ഉണ്ടായത്. ഈ സ്ത്രീയിൽ നിന്നാണ് നമ്മുടെ കർത്താവായ യേശു ഉത്ഭവിച്ചത്. മുഴുവൻ ലോകത്തിനും അനുഗ്രഹമായി. മറിയയുടെ ജീവിതം തന്നെ നമുക്ക് കൃപയും അനുഗ്രഹവും പ്രതിഫലിപ്പിക്കുന്നു. ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് മറിയ കർത്താവിന്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്തിയത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ബൈബിൾ പറയുന്നു, തന്നോട് വിശ്വസ്തതയുള്ളവർക്കായി തന്നെ തന്നെ ശക്തനായി കാണിക്കാൻ യഹോവയുടെ കണ്ണ് ഭൂമിയിലെങ്ങും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്ന്. ഇത് 2 ദിനവൃത്താന്തം 16-ാം 9-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവിന്റെ കണ്ണുകൾ എല്ലായിടത്തുമുള്ളവ ദുഷ്ടന്മാരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. വീണ്ടും അവന്റെ കണ്ണുകൾ കാണുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ പരിശോധിക്കുന്നു എന്ന് സങ്കീർത്തനം 11-ാം അധ്യായം 4-ാം വാക്യത്തിലും കാണപ്പെടുന്നു. കർത്താവിന്റെ കണ്ണുകൾ മറിയയെ നോക്കിയപ്പോൾ അവളുടെ താഴ്മയ്ക്കും ഭക്തിക്കും ദൈവത്തിനു വേണ്ടി തന്നെ തന്നെ ത്യജിക്കാനുള്ള അവളുടെ സന്നദ്ധതയും അവനെ സന്തോഷിപ്പിച്ചു. തീർച്ചയായും കർത്താവ് എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലേ? ഇത് യാക്കോബ് 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. മറിയയുടെ താഴ്മ നിമിത്തം അവളെ ഉയർത്താൻ ദൈവം ഉദ്ദേശിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ഉയർത്തണമെങ്കിൽ താഴ്മ അത്യാവശ്യമാണ്. നിങ്ങൾ അവന്റെ മുൻപാകെ എങ്ങനെ പ്രത്യക്ഷപ്പെടും? നിങ്ങൾ എപ്പോഴും അവന്റെ സന്നിധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ തീർച്ചയായും കർത്താവ് നിങ്ങളെ ഉയർത്തും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 57-ാം അധ്യായം 15-ാം വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമവും ഉള്ളവനായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 22-23 അധ്യായങ്ങൾ, വൈകുന്നേരം തീത്തോസ് 1-ാം അധ്യായം. ആമേൻ.